തായ്ലൻഡിലെത്തിയിട്ട് ഇത് 4ാമത്തെ വെള്ളിയാഴ്ചയാണ്. ഈ വെള്ളിയാഴ്ച ജുമഅക്കായി ഞങ്ങൾ വന്നത് റൂമിൽ നിന്നും 2.5 കിലോമീറ്റർ അപ്പുറത്തുള്ള ബാങ്ക് ഉദിത് മസ്ജിദ് എന്നു പേരായ ഈ പള്ളിയിലേക്കായിരുന്നു. വളരെയേറെ പുരാതനമായ ഈ പള്ളി 2015-ൽ തുർക്കിഷ് കോർപ്പറേഷന്റെ വകയായി പുനർനിർമ്മിച്ചതാണെന്ന് ഇവിടെയുള്ള ബോർഡിൽ കാണാം. നാട്ടിലെ പോലെ തന്നെ ഇവിടെയും മിക്കവാറും പള്ളികളോട് ചേർന്ന് മനോഹരമായ ഒരു മദ്രസയും ഉണ്ടാവും. വളരെ നേരത്തെ തന്നെ എത്തി ഞങ്ങൾ പള്ളിയുടെ മുൻപിൽ തന്നെ സ്ഥാനം പിടിച്ചു. അപ്പോഴേക്കും ആളുകൾ വന്നു തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. لو في يوم خدتنا معاصي أو ذنوب وخافت قلوبنا ما تقدر تتوب وتشكي الروح ومين بالسر ليه نبوح ومين اللي അല്പസമയത്തിനകം മാഷറ വിളിയുമായി മുക്രി ഉസ്താദ് എത്തിച്ചേർന്നു. വളരെയേറെ ഉയരത്തിലാണ് ഈ പള്ളിയിലെ മിമ്പർ സ്ഥാപിച്ചിട്ടുള്ളത്. ജുമാ നിസ്കാര ശേഷം മുക്രി ഉസ്താദിന്റെ അടുത്ത അറിയിപ്പ് വന്നു. ഒരു സ്വദേശി വനിതയുടെ മയ്യത്ത് പള്ളിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെന്നും എല്ലാവരും മയ്യത്ത് നിസ്കാരത്തിൽ പങ്കെടുക്കണമെന്നുമായിരുന്നു അറിയിപ്പ്. മയ്യത്ത് നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ ഇമാമു ഫാത്തിഹ പഠിച്ചു. ശേഷം ദുആ ആരംഭിച്ചു. ദുആക്ക് ശേഷം അതിമനോഹരമായ ശൈലിയിൽ സ്വലാത്ത് ചൊല്ലാൻ ആരംഭിച്ചു. അതിനുശേഷം മയ്യത്ത് ഖബർസ്ഥാനിയിലേക്ക് കൊണ്ടുപോകാനായി എടുത്തു. അപ്പോഴേക്കും ഇമാമിന്റെ നേതൃത്വത്തിൽ ആളുകൾ വളഞ്ഞിരുന്ന് യാസീൻ ഓതാൻ ആരംഭിച്ചിരുന്നു. ബാങ്കോക്കിലായിരുന്നപ്പോൾ ഒരിക്കൽ ഞങ്ങൾ ജുമാ നിസ്കാരത്തിനായി എത്തിയത് സോയി ചെറോയിൻ റാറ്റിലുള്ള മസ്ജിദ് ജാവ എന്ന ഈ പള്ളിയിലായിരുന്നു. ഇവിടെയും ജുമാ നിസ്കാരത്തിന് ശേഷം ഒരു ജനാസ കൊണ്ടുവരപ്പെട്ടു. ജനാസ നിസ്കാരത്തിന് ശേഷം ദിക്ർ സദസ് ആരംഭിച്ചു. ദിക്റിന് ശേഷം ദുആ നടന്നു. ദുആക്കിടയിൽ മരിച്ച ആളുടെ ഒരു ബന്ധു
സദസ്സിലുള്ള ആളുകൾക്ക് മുഴുവനും പൈസ വിതരണം നടത്തുന്നുണ്ടായിരുന്നു. നമ്മുടെ നാടുകളിലും പഴയ കാലത്ത് ഇത്തരമൊരു രീതി പതിവുണ്ടായിരുന്നു എന്ന് പഴമക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. رحمة عامة اللهم اغفر لنا ولأمة محمد وارحمهم رحمة عامة ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ولا تؤاخذنا بالجرائم والعظائم يا كريم استجب دعاءنا ورجونا يا حليم دعواهم فيها سبحانك اللهم وتحية فيها سلام ولا صلى الله عليه وسلم صلى الله على محمد ربي صل عليه. ദുആയും സ്വലാത്തും കഴിഞ്ഞ ശേഷം ജനാസയെ ഖബർസ്ഥാനിലേക്ക് കൊണ്ടുപോയി. തായ്ലാന്റ് മസ്ജിദ് വിശേഷം താൽക്കാലികമായി ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും കാണാം പുതിയൊരു എപ്പിസോഡുമായി.